അപ്പോൾ നമ്മൾ അടുത്ത കടവിൽ വന്നിറങ്ങിക്കുകയാണ്. അടുത്ത വീഡിയോ ഒരു ഫോൺ വന്നാണ് കട്ടായിപ്പോയി. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, നമ്മളെ കഴിഞ്ഞ കാല മീൻപിടുത്തം എന്ന് പറയുന്ന ഈ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടുള്ള നാൾവഴികളിലൂടെയാണ്. അപ്പോൾ അതിലിപ്പോൾ കയറി വന്ന ആൾ നമ്മളെ നാട്ടിലുള്ളൊരു കാരണവർ. അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾ അവരുടെ കഥകളൊക്കെ, മീൻപിടുത്തക്കാരെ കഥകളൊക്കെ വിചിത്രവും രസകരവുമായ കഥകളേക്കാരം. അതിങ്ങനെ ഈ ചൂണ്ടലിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ രാത്രിയൊക്കെ നേരം വെളുക്കുന്നത് വരെ ഒക്കെ ഇരിക്കുമല്ലോ. സംസാരിക്കാനൊന്നും പാടില്ല, എന്നാലും ചില സമയത്തൊക്കെ ഇങ്ങനെ ഇടവേളകൾക്കിടയിൽ ചില വിറ്റുകൾ പറയും. പൊതുവെ ചൂണ്ടക്കാർ നല്ല വിറ്റുകാരാ അധികം ആളുകളും. അപ്പോൾ മൂപ്പര് പറഞ്ഞത്, അന്ന് മീൻ പിടിക്കാൻ പോണത് നമ്മളെ സത്യമംഗലക്കാട്ടിലാണ്. അപ്പോൾ കാട് കയറി ചിലപ്പം 1-2 ദിവസമൊക്കെ കാട്ടിൽ നിന്നിട്ട് പിന്നെ വലിയ മരങ്ങളിലൊക്കെ ദണ്ട് കെട്ടിയിട്ട് അതിൽ കെട്ടി കഴിഞ്ഞിട്ടാണ് ചിലപ്പം ചില മീനിനെയൊക്കെ കൊണ്ടുവരിക. അത്ര വലിയ മനഞ്ഞിലൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറയൽ. അപ്പോൾ മൂപ്പർ പറഞ്ഞ കഥകളിൽ കൗതുകമുള്ളതും അതോടൊപ്പം അതിൻ്റെ ചില കഥകളൊക്കെ പറഞ്ഞ് പോകുമ്പോഴേ അത് പെരുപ്പിച്ച് പറയും. ഈ പറയണത് എന്താണെന്നുള്ളത് ചിലപ്പം ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചില കഥകൾ പറയും. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടൊരു കഥയാണത്. അത് മൂപ്പര് പറഞ്ഞത്, അന്ന് മീൻ പിടിക്കാൻ പോകുമ്പോൾ കല്ലുമേട് കയറി മലകൾ കയറി ഇറങ്ങി കേമാരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് മീൻ പിടിക്കണത്. അങ്ങനെ അന്നത്തെ മീൻ പിടുത്തം തോട്ട പൊട്ടിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. ആ കാലത്തൊക്കെ തോട്ട ഉണ്ടായിരുന്നോ കിട്ടിനോ ഒന്നും ഇപ്പം നമുക്കറിയില്ല. ഒരു 50 കൊല്ലം മുമ്പുള്ളൊരു കാലത്തെക്കുറിച്ചാണ് മൂപ്പർ പറയണത്. അങ്ങനെ മീനിനെ നോക്കി ഇങ്ങനെ പോവുകയാണ്. നല്ല മീനുള്ള കുണ്ടിൽ നോക്കിയിട്ട് പൊട്ടിക്കണം എന്ന് കരുതി അങ്ങനെ പോയതിൻ്റെ വക്കിനൊക്കെ നല്ല കാടാണ്, ആനുണ്ട്. അങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോണ സമയത്ത് ഒരു സ്ഥലത്ത് മീൻ കണ്ടു. അതിലാ കണ്ട കുണ്ടിൽ തോട്ട ആണ് കത്തിച്ചെറിഞ്ഞോടുകൂടി തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളമല്ലേ, വെള്ളം ഒരു പ്രകാശമായി മാറിയെന്നാണ് പറഞ്ഞത്. അത് പ്രകാശമായി മാറിയെന്ന് പറഞ്ഞാൽ ഈ മീൻ ഇങ്ങോട്ട് പൊന്തിയിട്ട് വെള്ള കളറായി മാറിയാണ്. അങ്ങനെ ഒപ്പമുള്ളവരൊക്കെ പാടെ കൂടി ഇറങ്ങി മീനൊക്കെ പൊറുക്കി എടുത്ത്, ചെറിയ മീനൊന്നും നിർത്തിയില്ലായിരുന്നു. ഒരു 5 കിലോ ഉള്ള സൈസ് കടന്ന കറ്റി എന്നൊക്കെ പറയുന്ന മീനാണ് അവിടെ കാര്യമായിട്ടുള്ളത് ഈ കുണ്ടംപൊയിൽ. അങ്ങനെ ഒരു 5 കിലോ ഉള്ള മീൻ, അതിൻ്റെ മുകളിലുള്ള മീനും അത് മാത്രം ഇങ്ങനെ പൊറുക്കിയെടുത്തു പറഞ്ഞു. അതങ്ങനെ എടുത്തിട്ട് അടുത്ത കുണ്ടുക്ക് പോയി പറഞ്ഞു. അവിടുന്ന് ഒരു 10-35 കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 35 മീനിനെയും കൂടി ഒരു കോമ്പൽമ കോത്തിട്ട് അത് തോളിൽ വെച്ചിട്ട് അങ്ങനെ അടുത്ത കുണ്ടുക്ക് പോയി. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു കുണ്ടിൽ കാട്ടാനക്കൂട്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തലങ്ങും വിലങ്ങും ഇങ്ങനെ പുതിയ പുതിയ പാറകളെ കാണുന്നത്. എന്താ ഇപ്പോൾ പുതിയ പാറ, വള്ളത്തിൽ പാറ ഒലിച്ച് വന്നോ എന്നൊക്കെ ഇങ്ങനെ കരുതി. ഏതായാലും ഞങ്ങളിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ആനകളാണ്. അതിൽ കുറച്ച് നേരം ഇങ്ങനെ മാറി നിന്ന് ആനകൾ മുങ്ങിക്കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരിങ്ങനെ കയറി പോണ പോക്കിൽ ആനൻ്റെ കാലും പാലൊന്നും വള്ളത്തിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് അപ്പോൾ അവിടെ പോയി കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുടുങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇത് പണിയൊക്കെ മുടങ്ങുക. അങ്ങനെ കയറി ഇങ്ങനെ പോണ പോക്കിൽ ആ കുണ്ടിൽ തോട്ടൻ കത്തിച്ചിട്ടോടുകൂടെ ആ ഭാഗത്ത് വെള്ളം കാണില്ല എന്നാണ് പറഞ്ഞത്. ആ കോലത്തിൽ മീനാണ് പൊന്തിയിട്ട് അതിലിങ്ങോട്ട് ചാടിയിട്ട് ആണ് പൊറുക്കാൻ തുടങ്ങിയായിരുന്നു. ഒക്കെ 5 കിലോ 10 കിലോ സൈസുള്ള മീനാണ് നാട്. ഒരു 10-50 ആണ് പിടിച്ചു പറഞ്ഞു. ബാക്കിയൊക്കെ കണ്ട് ഒഴിവാക്കി. അത്യാവശ്യം വലുത് മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇതേമാതിരി ഒരു വള്ളിമ കെട്ടിയിട്ട് അതും തോളിട്ട് ഇങ്ങനെ പോന്നു എന്ന് പറഞ്ഞു.
ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. സംഗതി പുഴയിൽ നല്ല മീനുമുണ്ട്. 5 കിലോനും 10 കിലോനും 20 കിലോനൊക്കെ ഉള്ള മീനയിലുണ്ട്. പക്ഷെ മൂപ്പര് പറഞ്ഞ സംഗതിയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കുണ്ടിന്ന് തോട്ട പൊട്ടിച്ചിട്ട് കിട്ടിയത് 35 മീൻ, 5 കിലോ. അത് തോളിലിട്ടു. എന്നിട്ട് അത് ഏറ്റിയിട്ട് വളരെ പ്രയാസപ്പെട്ട യാത്രയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. പോയിൻ്റെ വക്കിന് പാറ കയറി ഇറങ്ങി അടുത്ത കുണ്ടിക്ക് പിന്നെയും പോവുകയാണെന്നുള്ളതാണ്. ഈ 35 മീൻ 5 കിലോ ഉള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ അതിപ്പോൾ എത്ര തൂക്കം വരും? അപ്പോൾ ഒരു 175 കിലോനായി. അത് തോളിലിട്ടിട്ട് ഒരാൾ പോകുക എന്നുള്ളത് തന്നെ പ്രായോഗികമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാട്ടാനക്കൂട്ടം നിൽക്കുന്ന കുണ്ടിൽ തോട്ട പൊട്ടിച്ചിട്ട് പിന്നെ 50 കിട്ടി. അതും തോളിലിട്ട് ഒരു വള്ളിമ കെട്ടിയിട്ട് ഇങ്ങനെ പോന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, സുമാർ ഇപ്പോൾ എത്ര കിലോ ഉണ്ടാവുമെന്ന് വെച്ച്. കേട്ടിക്കണ കൂട്ടുന്ന ഒരാളെ, അതൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞ സംഗതി 5 കിലോ ഉള്ള മിനിമം 5 കിലോ ഒരു മീനുണ്ടല്ലോ. അങ്ങനെയുള്ള മീൻ ഇപ്പോൾ എത്ര എണ്ണമായി സുമാർ? ആദ്യം ഒരു 35 പിന്നെ ഒരു 50. അപ്പോൾ ഒരു 85 മീൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില വിറ്റുകളൊക്കെ പറയും. അപ്പോൾ ചുരുക്കി പറയാം, അങ്ങനെ മൂപ്പരെ വിറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കഥകളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കടന്നു വരും, പല ആളുകളെ കഥകളും. അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മൾ മീൻപിടുത്തം ആരംഭിച്ചത് മുതൽ ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ട മാധ്യമം മനോരമൻ്റെ ടൂറിസ്റ്റുകൾക്ക് കൈമാറുന്ന പുസ്തകത്തിലൊക്കെ നിലമ്പൂർ മയക്കാട്ടിലെ ഹൈടെക് ചൂണ്ടക്കാരൻ എന്ന തലവാചകത്തിൽ നമ്മളെ ഹിസ്റ്ററികളൊക്കെ വന്ന്, എന്നിട്ടിപ്പോൾ നമുക്ക് എന്തില്ല, നമ്മളെ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാനിപ്പോൾ ഒരു രേഖ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു രേഖ ഉണ്ടായിക്കോട്ടെ. കൂട്ടത്തിൽ മീൻ പിടിച്ചുന്ന സമയത്താവും ചെയ്യുമ്പോൾ അഥവാ മീൻ കിട്ടിയാൽ അത് കാണും ചെയ്യാമല്ലോ. മീനൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് നല്ല പ്രാക്ടീസ് വേണം. നല്ല കരുതലോടുകൂടെ അതിൻ്റെ ചില പ്രത്യേക മർമ്മങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഒരു മീൻ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. അപ്പോൾ തല തുടങ്ങി പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ ക്ഷമയോടുകൂടെ കൂടെ നിൽക്കണം. ഇതിപ്പോൾ ഈ വിഷയത്തിലൊക്കെ സാക്ഷികളായ ആളുകൾക്കും ഈ വിഷയം കൗതുകത്തോടുകൂടെ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളെ വീഡിയോ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ കഥ ഉണ്ടാവും, മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടിലെറിഞ്ഞ് വലിച്ചണ രംഗങ്ങളുണ്ടാവും. അതിൽ ഉള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടും. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ മീൻ പിടിച്ചിരുന്നത് കൊട്ട പുല്ലിൻ്റെ അടുത്ത് വെച്ചിട്ട് പുല്ലിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് ചെറിയ പെരൽമീനാണ്. അവിടുന്ന് പിന്നെ നമുക്ക് മുഷ് കിട്ടിയത് മുതലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞല്ലോ. അങ്ങനെ അടുത്തത് നമ്മളെ നാട്ടിൽ മീൻ കിട്ടുന്നത് കുണ്ടമ്പുഴയാണ്. കുണ്ടമ്പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ആ പുഴ തന്നെ, അത് കാട്ടിലാണ്. അവിടേക്ക് അങ്ങനെ ഒറ്റക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ആ കാട്ടിൽ പോയിട്ടാണ് വാപ്പ വല്യാപ്പയൊക്കെ മീൻ പിടിച്ചിരുന്നത്. അവരൊക്കെ നല്ലോണം മീൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ ഈ മീനിൻ്റെ കറി ഉണ്ടാവും, കാട്ടിൽ നിന്ന് വിടുന്ന മീനിൻ്റെ. അത് അന്നത്തെ കാലത്തൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും നല്ലൊരു ഫുഡ്, സൂപ്പർ ഫുഡ് എന്നൊക്കെ പറയാവുന്ന അന്നത്തെ, കാരണം അതൊക്കെ പട്ടിണിയുടെ കാലമാണല്ലോ. നമുക്ക് ശരിക്ക് ഒരു നല്ല ഭക്ഷണമൊന്നും അന്നത്തെ കാലത്ത് വെള്ളം നിറച്ച് കിട്ടില്ല. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഒരു നല്ലതിനെ ആഗ്രഹിക്കാൻ പോലും അറിയാത്തൊരു കാലമാണ്. അറിയെങ്കിലല്ലേ ആഗ്രഹിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇറച്ചി മീനൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു ദിവസം ചിലപ്പോൾ ഇറച്ചി ഉണ്ടാവും. അതൊക്കെ ഒരു വല്ലാത്ത പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്നതാണ് ഉപ്പ രാത്രി ചില ദിവസം ഉപ്പാനെ പെരയിൽ കാണില്ല. അപ്പം അന്ന് സന്തോഷമാണ്. പിറ്റേന്ന് രാവിലെ നേരത്തെ വരും. അപ്പോൾ കുറേ മീൻ ഉണ്ടാവും. കാണാൻ തന്നെ ഭയങ്കര രസമാണ്.
നമ്മൾ തോട്ടിൽ നിന്ന് പിടിക്കുന്നത് ചെറിയ പെരലാണിത്. പെരൽ വലിയ പെരലായത് ആണ്. ഇപ്പം അന്നത്തെ അവസ്ഥയിൽ അതാണ് അങ്ങനെ തോന്നുക. വലിയ പെരൽ, വലിയ മത്തി, അങ്ങനത്തെ മീനൊക്കെ ഉണ്ടാവുക. പിന്നെ കല്ലേങ്കാരി വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടാവും. നമ്മളമ്മരത്ത് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് പോകുന്നതല്ലാത്ത കുറച്ച് വെറൈറ്റി മീനൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അതൊക്കെ കാണുന്ന രസമാണ്. രാവിലെ തന്നെ അമ്മ നീച്ചിട്ട് ഇങ്ങനെ അത് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നന്നാക്കും. പിന്നെ അതിങ്ങനെ വെച്ചുണ്ടാക്കി അതുകൊണ്ട് കൈ കിട്ടുവോളം അതിൻ്റെ ഒരു രസം അതൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു മീനിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് അന്ന് കിട്ടുന്നതൊന്നും ഇനിയിപ്പോൾ ജീവിതത്തിൽ കിട്ടൂല. കാരണം അന്ന് അങ്ങനെയാണ്, കിട്ടാകനി കിട്ടുന്ന ഒരവസ്ഥയിലാണല്ലോ അത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ കുണ്ടംപൊയിന്ന് അവർ പിടിച്ചു കൊണ്ടുവരുന്ന മീൻ അവിടെ പോയിട്ടൊന്ന് പിടിക്കാൻ നല്ല പൂതിയുണ്ട്. പക്ഷേ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പെരയ്ക്ക് കയറ്റൂല. കാരണം കാടല്ലേ. കുട്ടികളാകുമ്പോൾ കാട്ടിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവരൊക്കെ പോണ സമയത്ത് പലപ്പോഴും പിന്നാലെ പോയി സമ്മതം ചോദിക്കും, കിട്ടൂല, സമ്മതം കിട്ടൂല. അപ്പോൾ നമ്മളെ ആശ്രയിച്ചിരുന്നത് ഈ കൊട്ട കൊണ്ട് കോരി മീൻ പിടിക്കലാണ്. കൊട്ട എന്ന് പറഞ്ഞാൽ ഈ ഓടോണ്ട് ഉണ്ടാക്കുന്ന കൊട്ട. അപ്പോൾ അത് നമുക്ക് സ്വന്തമൊന്നും ഉണ്ടാവില്ല. പെരയിലുള്ള കൊട്ടയൊക്കെ എടുത്ത് പോയാൽ ചിലപ്പോൾ അതിനും അടിയിട്ടും. അപ്പോൾ പിന്നെ ചില സമയത്തൊക്കെ ഈ കൃഷിക്കാരവിടെ കൃഷിയിലിടാൻ കൊണ്ടുവരുന്ന വളപ്പൊടി കൊണ്ടുവരുന്ന കൊട്ട, ഇഞ്ചി കൊണ്ടുവരുന്നത്, അങ്ങനെ ഈ നാറ് നടാൻ വേണ്ടിയിട്ട് നാറൊക്കെ കൊട്ടയിലേറ്റി കൊണ്ടുനടക്കാനൊക്കെ പാടത്ത് കൊട്ട കൊടുന്ന് വെക്കും. അങ്ങനെ ആ കൊട്ടയൊക്കെ കട്ടെടുക്കും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ചീത്തയും കിട്ടും. അപ്പോൾ അത് പൊയിൽ പിന്നെ തോട്ടിലിട്ട് ചവിട്ടി കൂട്ടി ഒക്കെ ഓടല്ലേ. ഓട പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ മുളൻ്റെ ചെറിയ സാധനം. അപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതകളുണ്ടാവും. അപ്പോൾ അത് കേടിരുത്തി കൊടുന്ന് വെച്ചാൽ അതിനും നല്ല തെറി കിട്ടും. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഓടോണ്ട് മീൻ പിടിച്ചത്. അല്ല, ഓടക്കൊട്ടുണ്ട്. അന്നത്തെ ഓടാന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ നമ്മളെ വീടാണ് ശരിക്കും. അത് നമ്മളെ വീടൊക്കെ പുല്ലിൻ്റെ വീടുകളാണല്ലോ. കാട്ടിൽ നിന്ന് വാപ്പാക്ക് കാട്ടിലേന്നല്ലോ. അപ്പം നമ്മളെ വീട് ആദിവാസികളോട് ചേർന്നാണ് അന്നുണ്ടായിരുന്നത്. കാട്ടിൽ കുറുമ്പര് എന്നാണ് അവരെ പറ്റി പറയാം. ആദിവാസികൾ എന്നാൽ അന്നത്തെ കുറുമ്പര്, അവർക്ക് അങ്ങനെയാണ് പേര്. നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് ഒരു 25-25 അതിലേറെ കാട്ടുകുറുമ്പര് ചെറിയ വീടുകളാണ്, ചെറിയ പുൽക്കൂടുകളാണ് വലുതുണ്ടാകുക. നമ്മളെ വീടിനൊക്കെ കുറച്ചൊക്കെ ഉയരത്തിലുള്ള പിന്നെ മറകളുണ്ടാവും. അന്ന് ഈ കാട്ടത്തെ ഓടനെ തച്ച് പരത്തിയിട്ട് അത്, അല്ലെങ്കിൽ അപൂർവം ചിലപ്പോൾ ഈ കല്ലും മണ്ണൊക്കെ ചവിട്ടി കൂട്ടിയിട്ട് ചെറിയ കുട്ടിച്ചൊമ്പരൊക്കെ ഉണ്ടാവും. എന്തായാലും ഭദ്രമായ വീടൊന്നുമല്ല, മുകളിൽ പുല്ലും. അപ്പം അന്ന് വാപ്പാക്ക് ഈ പുല്ല് കാട്ടിൽ പോയി അരിയുക, അത് ആളുകൾക്ക് കൊടുക്കുക. അതേമാതിരി വീടിനാവശ്യമായത്, അന്നത്തെ വീടിൻ്റെ ഒരു എൻജിനീയറാണ് എൻ്റെ ഉപ്പ. കാരണം കാട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ കറക്റ്റായിട്ട് വെട്ടിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ നല്ല കാഴ്ചപ്പാട് വേണം. അപ്പോൾ അന്നത്തെ ആളുകളുടെ വീട് നന്നാക്കണ സമയം കൊല്ലത്തിലൊരിക്കൽ, ചിലപ്പോൾ 2 കൊല്ലം കൂടുമ്പോഴൊക്കെ ഇത് മേയും. ഈ പുല്ല്, കാട്ടത്തെ പുല്ല് അങ്ങനെയാണ്. അത് ഇങ്ങനെ 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പിട്ട് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ വെള്ളം ചോരും. അപ്പോൾ പിന്നെ അത് മേയും. അപ്പോൾ ഈ പെര മേയുന്ന സമയത്ത് അതിന് ആവശ്യമായ സാധനങ്ങൾ, അതിൻ്റെ കണക്ക്, അതിൻ്റെ വലിപ്പം, തോത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേ മൂപ്പന്മാരുണ്ടാവും. ആ മൂപ്പന്മാരുടെ കൂട്ടത്തിൽ വലിയ മൂപ്പനായിരുന്നു എൻ്റെ വാപ്പ. അതേമാതിരി പുല്ല് പെരൻ്റെ മുകളിൽ മേയുന്ന കാര്യം അതെല്ലാവർക്കും കഴിയില്ല. അപ്പോൾ അതിങ്ങനെ പുല്ല് ചെറിയ പുല്ലിൻ്റെ മീനടിച്ചു ഇങ്ങോട്ടും പോയോ. അതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തും കാണും. നമ്മൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ അതിൻ്റെ അടിയിലുണ്ടാവും. മീൻ അടിച്ചിട്ടുണ്ട്, മീനുണ്ട്, മീൻ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. അങ്ങോട്ട് വാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. അപ്പോൾ കര കയറിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചേറാൻ പിടിക്കുക. അന്നത്തെ പെരൽമീൻ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചേറാനായി മാറി. മൂപ്പരൊന്ന് പിടിച്ച് ഒതുക്കിയിട്ട് നമുക്ക് നല്ല വെട്ടൽ പണിയിക്കണല്ലേ. മൂപ്പര് ഒടുക്കത്തെ വെട്ടലേനത്.
അപ്പം അങ്ങനെ കയറിയിരിക്കണം. 2 കിലോ ഉണ്ടാവും. അപ്പം ഈ മൂപ്പരെ നമ്മളൊന്ന് അത്യാവശ്യം ഉള്ളിലേക്ക് അത്യാവശ്യം 2 കിലോൻ്റെ ലെവലുണ്ട്. ഫ്രോക്കൊക്കെ മുളക്കിന് കയറിക്കുക. ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. അങ്ങനെ അപ്പം ഇതാണ് അവൻ. കുറച്ച് നേരമായി ഇവിടെ ഇങ്ങനെ കളിച്ചണ്. ഫ്രോഗിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലസണത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിമ്മക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അടി കിട്ടിയിട്ട് പേടിച്ച് പോയതേക്കാരം. അപ്പം ഇവനെ നമുക്കൊരു സെഞ്ചിയൊന്നും കൊടുത്തിട്ടില്ല. തൽക്കാലം ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് ഇവിടെ കോക്ക നമുക്ക് അവിടെ കിടന്നോളും. കര കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യമല്ലാത്തൊരു മീനാണിത്. മറ്റേ മഞ്ഞിലും ആറിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ മൂപ്പരെ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് തുണക്കാരൻ ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. ഓനെ കൂടി ഒന്ന് തപ്പി നോക്കാം. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 2 കിലോയിലെ മീൻ ഇതിപ്പോൾ ഒന്ന് കജ്ജി പിടിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്കൊരു പണിയായി. ഇവരടുത്ത കടവുക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ 2-3 ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ. ഈ സ്ഥാനത്താണ് ഇപ്പോൾ മൂപ്പര് 35 മീൻ ആദ്യം ഒരു കൊണ്ടുവന്ന് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 50 എണ്ണം പിടിച്ചു എന്നൊക്കെ പറയണത്. അത് ഒരു കജ്ജിൽ പിടിച്ചിങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ആ അരുവെന്നാണ് മൂപ്പര് കയറിയത്. മിക്കവാറും അതിൻ്റെ തുണ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അടിച്ചപ്പോൾ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് അടിക്കില്ല, എന്നാലും വൈകാതെ അടിച്ചോളും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഒരു മെത്തേഡാണ്. നമ്മളെ മീൻ പിടുത്തപ്പോൾ ഇങ്ങനെയല്ല ശരിക്ക്. അതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാ. ആയിരക്കണക്കിന് ഇപ്പോൾ ഇതുകൊണ്ട് പിടിച്ചും ചെയ്തിരിക്കണത്. വേറെ പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഈ ലുക്കാനൻ്റെ ഫ്രോഗാണ്. 1-2 മീൻ പിടിച്ചാൽ കഴിഞ്ഞു, അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു. പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതിനെ കണ്ടില്ല, ഒരു മീൻ അടിച്ചപ്പോൾ തന്നെ ഇവിടെ പൊളിഞ്ഞു. നല്ല കമ്പനി സാധനം അത്ര പെട്ടെന്ന് പോവില്ല. അപ്പോൾ ഏതായാലും അവിടെ നിന്നാണ് മൂപ്പര് അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുണ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ വീട് നിർമ്മാണത്തിലുള്ള അതിവിദഗ്ധനായിരുന്നു. ഇപ്പം എന്നോട് വന്നിട്ടാണ് ചോദിക്കുക, ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ വീടിന് എത്ര ഓട വേണം, എത്ര പുല്ല് വേണം, എത്ര കെട്ട് പുല്ല് വേണം, എത്ര കെട്ട് ഓട വേണമെന്നൊക്കെ ചോദിച്ചു. ഒരു കെട്ട് പറഞ്ഞാൽ ഒരാളെ ഏറ്റിക്കൊണ്ടിരുന്നേ ഒരു കെട്ട്, അത് 50 എണ്ണമൊക്കെ തോന്നുന്നുണ്ട്. വലിയ ഓടയാണെങ്കിൽ 50 എണ്ണം ഉണ്ടാവില്ല, ചെറിയ ഓടയാണെങ്കിൽ 50 എണ്ണമൊക്കെ ഉണ്ടാവും. അതേപോലെ പുല്ല്, എത്ര പുല്ല് വേണം ഒരു പെരക്ക്, അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിക്ക് പെരക്കൊന്ന് നോക്കി, പെരൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് അതിന് ഇത്ര കെട്ട് പുല്ല് വേണമെന്നറിയും. കെട്ട്